നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു കിടിലൻ ഗോൾ വർഷം. സെവനപ്പ് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതുപോലെ ഒറ്റ കളിയിൽ 7 ഗോള് അടിച്ചു കയറ്റിയിരിക്കുകയാണ് നിലവിലെ UCL ചാമ്പ്യന്മാരായ PSG. 7-2 അവർ ബയർ ലെവർക്യൂസനെ തകർത്തങ്ങ് തരിപ്പണമാക്കിയിരിക്കുന്നത്. PSG വേണ്ടി പാച്ചോ ഒരു ഗോൾ നേടിയപ്പോൾ ഡിസയർ ഡൂവിൻ്റെ വക ഇരട്ട ഗോളുകൾ. കിച്ച കഴസ്കേലിയ, ന്യൂനോ മെൻഡസ്, ഒസ്മാൻ ഡംബലെ, വിറ്റീഞ്ഞ എന്നിവരൊക്കെ ഗോളുകൾ കണ്ടെത്തുകയുണ്ടായി. മറുഭാഗത്ത് ഗാർഷ്യ 2 ഗോളുകൾ, ഒരു ഗോള് പെനാൽറ്റി വഴിയായിരുന്നു. 2 ടീമിലെയും ഓരോ താരങ്ങൾക്ക് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തൊരു കളി. അങ്ങനെ UCL മിന്നും പ്രകടനം തുടരുന്ന PSG ബയർ ലെവർക്യൂസന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ PSGയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ബർക്കോളയും മയൂലുവും കിച്ച കഴസ്കേലിയും ഒക്കെ ആദ്യ 11-ൽ ഒരുമിച്ചിറങ്ങി. കളിയുടെ തുടക്കം മുതൽ PSG ആധിപത്യമാണ്. 7ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. പാച്ചോയിലൂടെ അവർ ആ ലീഡെടുത്തു. മികച്ച ഒരു അസിസ്റ്റാണ് ന്യൂനോ മെൻഡസ്, ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിൽ നിന്ന് വന്ന ആ അസിസ്റ്റിൽ നിന്നാണ് പാച്ചോയുടെ ഗോൾ പിറക്കുന്നത്. 7ാമത്തെ മിനിറ്റിൽ 1-0 PSG ലീഡായി കഴിഞ്ഞു. മത്സരത്തിൽ തിരികെ വരാനുള്ള അവസരം ബയർ ലെവർക്യൂസന് ഗ്രിവാൾഡോ പെനാൽറ്റി മിസ് ചെയ്യുന്നു. ഒരു ക്രേസി ഫസ്റ്റ് ഹാഫ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഗ്രിവാൾഡോയുടെ പെനാൽറ്റി മിസ് തീർച്ചയായിട്ടും വലിയ ഒരു തിരിച്ചടി തന്നെയായിരുന്നു ബയർ ലെവർക്യൂസന്. പിന്നാലെ 33ാമത്തെ മിനിറ്റിൽ ആൻഡ്രിച്ചിന് റെഡ് കാർഡ് കൂടി കിട്ടിയപ്പോൾ അവർ ശരിക്കും തളർന്നുപോയി. എന്നാൽ സബാർണിക്ക് റെഡ് കാർഡ് കിട്ടി 37ാമത്തെ മിനിറ്റിൽ PSGയുടെ ഭാഗത്ത്. അവരും ആളെണ്ണം കുറഞ്ഞു. തുടർന്ന് ഗാർഷ്യ അടുത്ത പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നു. 38ാമത്തെ മിനിറ്റിൽ മത്സരം 1-1 സമനിലയിലാണ്. 41ാമത്തെ മിനിറ്റിലാണ് PSG പിന്നെ ലീഡ് എടുക്കുന്നത്. കിച്ച കഴസ്കേലിയുടെ അസിസ്റ്റിൽ നിന്ന് ഡിസയർ ഡൂവിന്റെ ഗോൾ പിറക്കുന്നു. കളിയുടെ ഇടവേള സമയത്തിന് തൊട്ടു മുമ്പ് 44ാമത്തെ മിനിറ്റിൽ കിച്ച കഴസ്കേലിയുടെ ഗോൾ കൂടി വന്നപ്പോൾ 3-1 ലീഡായി. അവിടം കൊണ്ടും തീർന്നില്ല. ഡിസയർ ഡൂവിന്റെ അടുത്ത ഗോൾ കൂടി വന്നപ്പോൾ 4-1 ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് PSG കളിക്കളം വിട്ടത്. 2ാം പകുതിയിലാണ് ബാക്കി ഗോളുകൾ പിറക്കുന്നത്. കളിയുടെ 50ാമത്തെ മിനിറ്റിൽ വിറ്റീഞ്ഞയുടെ അസിസ്റ്റിൽ നിന്ന് ന്യൂനോ മെൻഡസിന്റെ ഗോൾ പിറക്കുന്നു. പിന്നാലെ 54ാമത്തെ മിനിറ്റിൽ ഗാർഷ്യയിലൂടെ ഒരു ഗോൾ കൂടി ബയർ ലെവർക്യൂസൻ മടക്കിയടിച്ചു. അപ്പോൾ സ്കോർ ലൈൻ 5-2 എന്ന ഒന്നടിച്ച 2 തിരിച്ചടിക്കുക എന്ന രീതിയിലാണ് PSG കളിച്ചുകൊണ്ടിരുന്നത്. 66ാമത്തെ മിനിറ്റിൽ ഒസ്മാൻ ഡംബലയുടെ ഗോൾ. പരിക്ക് മാറി കളിക്കളത്തിലേക്ക് വന്ന ഒസ്മാൻ ഡംബലെ 63ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നത്. കളിക്കളത്തിൽ ഇറങ്ങിയ പാടെ അദ്ദേഹത്തിന്റെ വക ഗോളടി. കഴിഞ്ഞ വർഷം എന്ത് ചെയ്തുവോ അത് തുടരാനുള്ള പരിപാടിയാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്ന കാഴ്ച. അങ്ങനെ ഡംബലയുടെ ഗോളോടുകൂടി PSG സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ മത്സരം അവർ പൂർണ്ണമായിട്ടും കൈയടക്കി കഴിഞ്ഞിരുന്നു. ഒടുവിൽ വിറ്റീഞ്ഞയുടെ ഗോൾ കൂടി 90ാമത്തെ മിനിറ്റിൽ പിറന്നതോടെ 2-7 വമ്പൻ ജയമാണ് ഇപ്പോൾ PSG സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ കിടിലൻ വിജയം അതോടുകൂടി ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ 3 കളികളിൽ നിന്ന് 9 പോയിന്റ്, അതോടൊപ്പം തന്നെ മികച്ച ഗോൾ ഡിഫറൻസ് +10 ഗോൾ ഡിഫറൻസോടുകൂടി PSG 1ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.